അടക്കമുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു മാറാക്കര യാത്ര അവസാനിച്ചോ എന്ന്. എന്നാൽ മാറാക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്, മാറാക്കര യാത്ര ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. ഇവിടെ വെച്ച് ഈ യാത്ര അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കത്തിന്റെ യാത്രയാണ്. ഈ യാത്ര അവസാനിക്കണമെങ്കിൽ 2015 സെപ്റ്റംബർ മാസമോ ഒക്ടോബർ മാസമോ പഴയകാലത്ത് ശ്രീ കൃഷ്ണൻ നായർ മാസ്റ്റർ അലങ്കരിച്ച അതേ പദത്തിലേക്ക് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ എത്തിക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസിന്റെ ഈ മാറാക്കര യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുക. കൂടെ നിന്നും നമ്മെ താലോലിച്ച് നമ്മുടെ കൂടെ കൂടി ഒരു മണവാട്ടിയെ പോലെ നമ്മുടെ കൂടെ നിന്ന് അവസാനം കോൺഗ്രസിന്റെ തലയിൽ ചവിട്ടി അമ്മായിമ്മ പോര് നടത്താൻ ഉദ്ദേശിക്കുന്ന പല ആളുകൾക്കുമുള്ള ഒരു താക്കീതായി ഈ യാത്ര മാറുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു കാര്യം പറയട്ടെ. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേക അഭിപ്രായ പ്രകാരം ആദ്യത്തെ തലാക്ക് ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ചെല്ലുകയാണ്. അതുമായി സഹകരിക്കാൻ മാറാക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരം ആ മണവാട്ടിയുമായി സഹകരിക്കാൻ ഇനി യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്ന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നലകളിൽ കണ്ട പോലെ ഭീഷണികളുമായും പലരും ഇറങ്ങിത്തിരിക്കും. കുടുംബമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പണ്ടൊക്കെ പലതും വിളിച്ചു പറയാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയും ഭാര്യയും ഒക്കെ ഉള്ള ഒരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മാത്രം പറയുമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ജീവൻ ഈ ശരീരത്തിൽ ബാക്കിയുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എന്റെ കൂടെ ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ജീവൻ ഉള്ളിടത്തോളം കാലം വീണ്ടും ഈ മാറാക്കരക്കകത്ത് ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ജീവൻ വരെ പണയം വെക്കാൻ തയ്യാറാണെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തതായി ഈ മഹത്തായ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും എന്റെ പ്രിയ സ്നേഹിതനും കാരണവരുമായ റിയാസ് മുക്കോളി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകൾ നമുക്ക് നല്ലതാകട്ടെ.